ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളൊരു ട്രിപ്പുമായിട്ട് വന്നിരിക്കുകയാണ്. ട്രിപ്പ്. അപ്പോൾ ഞാനുണ്ട്, ഹരീഷുണ്ട്, ഹരീഷിൻ്റെ വൈഫ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ തിരുച്ചെന്തൂർ ടെമ്പിൾ, പിന്നെ അങ്ങനെ അമ്പലത്തേക്ക്, പിന്നെ ഫുള്ള് അങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തിരുച്ചെന്തൂരെത്തി. ഇനി ഹോട്ടൽ തപ്പി നടക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. യാശകുട്ടിൻ്റെ അവിടെ ഇങ്ങനെ ചൂട് നെയ്യ് റോസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും റോസ്റ്റാണ് മേടിച്ചത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അവിടെ ചായ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ചായ ആശികക്കുട്ടി ഇങ്ങോട്ട് നോക്ക്. ഹായ് ഹായ് പറയും. എന്നെ കണ്ട എപ്പോഴും നാണ മറന്നു നോക്ക്. പട്ടി ബിസ്ക്കറ്റില്ല, ബട്ടർ ബിസ്ക്കറ്റ്. മേഘ ഹോർലിക്സ് കുടിക്കുന്നുണ്ട്. ചായത്തെ ടേസ്റ്റില്ല. ഓക്കെ, അങ്ങനൊരു ബിസ്ക്കറ്റ് കഴിക്കണം. ഇതാണ് തിരുച്ചെന്തൂർ മുരുകൻ ടെമ്പിളിൻ്റെ കവാടം. അവിടെ പണി നടക്കുന്നുണ്ട് ഗോപുരത്തിൻ്റെ. അവിടെ ഗോപുരമുണ്ട്. നല്ല വെയിലാണ്. വെയിൽ പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. 9:30 മണി ആയിട്ടുള്ളൂ. മേഘം ഉണ്ടതോ തല മറച്ചിട്ട് പോകുന്നുണ്ട്. ഇതാണ്. അപ്പോൾ നല്ല രസം കിട്ടുമോ കാണാൻ നമ്മുടെ മുരുകൻ്റെ. പഴനി പോലെ അങ്ങനെ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്ലാറ്റാണ്. അത്യാവശ്യം തിരക്കുണ്ട്. സ്വാമിമാർ ഇഷ്ടം പോലെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ബീച്ച് ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ മുരുകൻ്റെ ക്യൂ നിൽക്കുന്ന വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാവണില്ല. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി. പായസമുണ്ട്. അമ്പലം ഇവിടെ ഗോപുരം പണിയാണ് കേട്ടോ. ടൈപ്പോയി ആവാനായില്ലേ. അവിടെ ബീച്ചുണ്ട്. ഇതാണോ ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതാണ് ബീച്ച്. ബീച്ചാണ് കാണുന്നത്. നല്ല വെയിലാണ്. അങ്ങനെ നല്ല ദർശനം കണ്ടു. നല്ല മുരുകനൊക്കെ നല്ല ചിരിച്ചിട്ട്. മേഘേ മുരുകൻ ചിരിച്ചിട്ടില്ലേ? ചിരിച്ചിട്ട് അമ്മ കാല് പൊള്ളണം. ഇത് ജനറൽ ക്യൂ ആണല്ലേ? ഇത് ജനറൽ ക്യൂ കേട്ടോ. നല്ല തിരക്കാണ് ജനറൽ ക്യൂ. ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. ഇവിടെയൊക്കെ നല്ല ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. 1 മണിക്കൂർ ക്യൂ നിന്നു. റോഡ് പറത്താൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ട്. തണ്ണിമത്തം കഴിക്കണത് വിഷമിക്ക്. യെസ്. യാഷയ്ക്ക് നല്ല ത്രില്ലാണ്. കടലിൽ പറഞ്ഞാൽ വരുമ്പോൾ തന്നെ ബീച്ച് പറഞ്ഞിട്ട് ആളെന്തൊക്കെയുണ്ട്. മീൻ എടുക്കണം. ഫസ്റ്റ് നമ്മളെ കാണോ?
അങ്ങനെ പഞ്ചാമൃതമൊക്കെ മേടിച്ച് പഞ്ചാമൃതം മേടിച്ച് പെർഫെക്ഷൻ കിട്ടും. എങ്ങനെയാണോ ആശയക്കുട്ടി കരയാൻ തുടങ്ങി. ചൂടെടുക്കണ പറഞ്ഞിട്ട് അല്ലേ? ക്യാമറ കണ്ടാൽ കാണിക്കില്ല. അപ്പോൾ അതാണ്. ഓഹോ ഓഹോ. അപ്പോൾ അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞു. ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. മൊബൈലിൽ ഉള്ളിൽ തന്നെ എടുത്തേക്കാൻ പറഞ്ഞു. നമ്മൾ എൻ്റെയിൽ തന്നെ മൊബൈൽ ഉള്ളെടുത്തേക്കണം. ഇല്ലെങ്കിൽ ഫൈൻ കിട്ടും. പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് ഉണ്ട്. ഇനി റൂമെത്തി ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ അടുത്ത് ബീച്ചിലേക്ക് അങ്ങനെ പോവാം. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി. ആരില്ലാത്ത സ്ഥലത്ത് കാമായിട്ട് നമുക്ക് ബീച്ചിൽ നിന്ന് കളിക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കാറ് ബാക്കിൽ തട നിർത്തിയിട്ടുണ്ട്. യാഷിൽ കൊട്ടി ഇവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. യാഷിക ഇത് മതി, വേറെ ഒന്നും വേണ്ട അല്ലേ യാഷിക? ആരില്ല കേട്ടോ ബീച്ചിൽ. അതാ കാണുന്ന അമ്പലം, തിരുച്ചെന്തൂർ അമ്പലം അതാ കാണുന്ന അവിടെ. അതാണ് അമ്പലം കാണുന്നത്. ഒരു മനുഷ്യൻ്റെ ഒട്ടിയില്ല. പക്ഷെ ഇതൊരു അങ്ങനെയല്ല, ഒരു ഓപ്പൺ പ്ലേസാണ്. മേഘ അവിടെ നിന്ന് വരുന്നുണ്ട്. ഹരീഷ ബാക്കിലുണ്ട്. അടിപൊളിയായിട്ട് ഇവിടെ എന്താണ് ചെയ്യാം, ആടി ഓടി കളിക്കാം. പക്ഷെ റഫാ തോന്നണം. നോക്കി നോക്കാം. നോക്കി നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ സീനാണ്, ഇറങ്ങാൻ പറ്റില്ല. നല്ല കാണുമ്പോൾ തന്നെ അറിയണം നല്ല കൊണ്ടുണ്ടെന്ന്. അടുത്തേക്കൊക്കെ ഇറങ്ങാം. പെട്ടുകഴിഞ്ഞാൽ രക്ഷിക്കാരുമില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത്രയും വെള്ളമല്ലേ, എന്തോ അത്. ഗായ്സ്, അപ്പം ഞങ്ങൾ കുളിക്കിറങ്ങിയാണ്. അങ്ങനെ ഇറങ്ങണില്ല, അടുത്ത് ഇറങ്ങണുള്ളൂ. നല്ല കുണ്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണ്ടേ, ഭാര്യക്കുള്ളതല്ലേ. ായിട്ട് ഫോണ് കളിക്കണ്ട്. അതാ പ്രശ്നം. മുക്കോ ബേട്ട അതിന്റെ അപ്പഴ ഇറങ്ങല്ലേ, എനിക്ക് പേടിയാ. അതൊരു പോയാൽ മതി, അവിടെ കുണ്ടുണ്ടേ. കുണ്ടുണ്ട്. അങ്ങനെ കടൽ തീരങ്ങൾ കഴിഞ്ഞ്
നടന്നുകൊണ്ടിരിക്കുന്നു. വൺ ഡേ കഴിഞ്ഞു. ഡേ 1 കഴിഞ്ഞു. ഇതാ ഹരീഷ് അവിടെ തുടങ്ങി. തല ഇറങ്ങില്ല, എനിക്ക് തല ഇറങ്ങും. അതെ കിട്ടുന്നില്ല തന്നെ. ഹലോ ഗായ്സ്, അങ്ങനെ ഡേ 2 ഞങ്ങൾ നേരെ മധുര പോയി മീനാക്ഷി അമ്പലം ടെമ്പിൾ കണ്ട് പാലക്കാട് പോകും. കാണാം, എന്തെല്ലാം അമ്പലത്തിൽ കാണാം. ഉപ്പുണ്ടാക്കുന്ന സ്ഥലം നമ്മൾ മധുര മീനാക്ഷി ടെമ്പിളിൽ പോകുന്നില്ല. ഏകദേശം നമ്മൾ എത്തുമ്പോൾ തന്നെ 12:30 ആവും. അവിടെ 12 മണിക്ക് നട അടയ്ക്കും. പിന്നെ വൈകുന്നേരം 4 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഹോട്ടലിൽ തപ്പി നടക്കുന്ന കഴിഞ്ഞിട്ട് 1 മണിക്കൂറായി. ഹോട്ടൽ ഇഡ്ഡലി മട്ടൻ കാപ്സ്. എവിടെയും കേടാ. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അമ്മ അങ്ങനെ ഹോട്ടലിലേക്ക് വന്നു. പൊറോട്ട, മെഗാസ് എന്തേ ഇപ്പോൾ ഓക്കെ ഇല്ലേ? വിശന്നിട്ട് കിളി പോയിരിക്കുന്നു. ഹോട്ടൽ പോലും ഇല്ല. കുട്ടി ഞങ്ങളങ്ങനെ റോഡ് സൈഡ് വണ്ടി നിർത്തി. എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സംഭവം കാണാം. നോക്കിയൊക്കെ സൂര്യകാന്തി നല്ല സൂപ്പറുണ്ട്. നിങ്ങളെ കുറച്ച് സെന്റർ എന്നാലേ ആ സർക്കിൾ ഇടാം, അത് അടിപൊളി. ഫുള്ള് സൂര്യകാന്തി. തൂക്കൊന്നുമില്ല കേട്ടോ. ഇല്ല, എടുക്കില്ല. നല്ല സൂര്യകാന്തി. എന്ത് രസം അറിയാം കാണാൻ അല്ലേ മേഘ? നല്ല രസം കാണാൻ. നല്ല കുറേ ഡ്രോൺ ഷൂട്ട് എടുത്തു, വീഡിയോ എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. ആരാൻ്റെ തൊടിയാണ് ഉച്ച ഭക്ഷണം. അപ്പോൾ നമ്മൾ നേരെ പാലക്കാട് പോവുകയാണ്. നേരെ
ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പാലക്കാട് കറിക്കുളമ്പ് എന്നാണ് എഴുതിക്കുന്നത്. അങ്ങനെയാണ് ഹരീഷ് പറഞ്ഞത്. നാടൻ കോഴി ബിരിയാണി മേഘ കഴിക്കുന്നുണ്ട്. സൂപ്പർ, നല്ല ഇഷ്ടമായെന്ന് പറയണത്. ഞാൻ വെജ് മീൽസ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഏകദേശം പൊള്ളാച്ചി എത്താനായിട്ടോ. നമ്മൾ നേരെ മുന്നിൽ പോകുന്നത് പാലക്കാട് ഗുണ കേവിലേക്കാണ്. ഗുണ കേവിയുടെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ചെറിയൊരു വ്ളോഗാണ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.